ഇറാനിൽ ഞങ്ങൾ തീരുമാനിക്കുന്നവരാണ് ഇനി ഭരണം നടത്തുക എന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കൊടുത്തതുപോലെ നമുക്കുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റെസ പെഹ്ലവിയെ അവിടെ കൊണ്ടുവന്ന് വാഴിക്കാനുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ റെസ പെഹ്ലവിയുടെ ഒരു സ്പീച്ച് പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് അവിടെ ഇറാന്റെ മതഭരണകൂടം തകർന്നു കഴിഞ്ഞു, ഇനി അവിടെ ഒരു ജനാധിപത്യ രാജ്യം വരാൻ പോകുന്നു എന്ന് കൊണ്ടുള്ള സ്പീച്ച് നടത്തുന്നതിനിടയിൽ അദ്ദേഹം പറയുകയാണ്, സൈറസ് ദ ഗ്രേറ്റിന്റെ പിൻഗാമികളാണ് അവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂതന്മാരെ ഇവരാണ് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്പീച്ച് നടത്തുകയാണ്. അതും അദ്ദേഹം ഇസ്രായേലിൽ പോയതായി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് റെസയെ തന്നെയാണ് വാഴിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ ഒരു റെസ പെഹ്ലവിയുടെ ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, ഈ ഘട്ടത്തിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം മൊജിത്താബെ ഇപ്പോൾ തന്നെ വെക്കും എന്ന് പറഞ്ഞിട്ട് സംഗതി വന്നു. അവരുടെ മൂവർ സംഘം, ആ മൂവർ സംഘം അതിനകത്താണ് മറ്റേ അരാഫി ഉള്ളത്. അതെ, ആ മൂവർ സംഘം ചേർന്നിട്ട് മൊജിതാബയുടെ കാര്യത്തിലൊരു തീരുമാനത്തിലെത്തി എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. പക്ഷേ അങ്ങനെ മൂവർ സംഘത്തിന് അത് തീരുമാനിക്കാൻ പറ്റില്ല. മൂവർ സംഘം താൽക്കാലിക ഭരണം നിർവഹിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പരമാധികാരിയെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 88 അംഗ സംഘം യോഗം ചേരണം. അവരിതുവരെ യോഗം ചേർന്നിട്ടില്ല. അവരങ്ങനെ ഒരു യോഗം ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ റിസ്ക്കാണ്. അവിടെ ഒരു ബോംബ് വീണ് ഇവരെല്ലാം ചത്തുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം രഹസ്യമായിട്ട് നടന്ന ഖമനേയിയുടെ യോഗത്തിലേക്ക് മിസൈൽ എന്ന് പതിച്ച് ചത്തുപോകാം എന്നുണ്ടെങ്കിൽ ഇതും സാധ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരൊരു യോഗം ചേർന്നിട്ടില്ല. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഭരണഘടന പ്രകാരം ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം അങ്ങനെയുള്ളൊരു നടപടിക്രമം നടന്നിട്ടില്ല. പരമാവധി സംഭവിക്കാനുള്ള ഈ 3 പേര് ഇപ്പോൾ ചേർന്നിട്ട് ഒരു താൽക്കാലിക ഭരണ സംവിധാനം ഒന്നിലക്ക് ഇവർ ചിലപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യവും അവരുടെ നിയന്ത്രണത്തിലും അല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവിടെ നിന്ന് തന്നെ എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ മൂവർ സംഘത്തിലൊരംഗമാണ് പ്രസിഡൻറ്റ്. ആ പ്രസിഡൻ്റാണ് മറ്റേ ഗൾഫ് രാഷ്ട്രങ്ങളോട് ക്ഷമ പറഞ്ഞത്. പ്രസിഡൻറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളോട് ക്ഷമ പറഞ്ഞതിൻ്റെ അടുത്ത നിമിഷം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേലിൽ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടാണ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ സൈന്യം പ്രസിഡൻറ്റ് പറയുന്നത് കേൾക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. അതാണല്ലോ എൻ്റെ ചുരുക്കം. ഈ റെസ പെഹ്ലവിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്കയ്ക്ക് അവരെ ആക്കാനാണ് താല്പര്യം എന്നുള്ള തരത്തിലാണ് വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ റെസ പെഹ്ലവി ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു സൈബർ ദി ഗ്രേറ്റിൻ്റെ കാര്യമെല്ലാം പരാമർശിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുമ്പോൾ, ഞാൻ തയ്യാറാണ്, ഇസ്രായേൽ എന്നെ ഇതിനെ അനുവദിക്കണം, അതായത് നിങ്ങൾക്ക് ഉപകാരസ്മരണ വേണമെന്നുള്ളൊരു ധ്വനി കൂടി അങ്ങനെ ഒരു പറച്ചിലില്ലേ? അല്ല, അത് കൂടാതെ വേറൊന്നും കൂടിയുണ്ട്. ഇത് അമേരിക്കയും ഇസ്രായേലും കൂടി ഇയാളെ കൊണ്ട് പറയിപ്പിക്കുന്നതും ആകാം. ഞങ്ങളെ എടുത്ത് വെക്കാം, പക്ഷേ നിങ്ങളതിന് വേണ്ട അന്തരീക്ഷം ഒരുക്കാൻ പറഞ്ഞിട്ട് ആ അന്തരീക്ഷം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ വരാം. അപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല ഏത് തരത്തിലാണ് വന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുക്കണം, എന്നാൽ പിന്നെ ഇതാകട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഈ ഘട്ടത്തിൽ ഇറാനിലെ ഭരണ സംവിധാനവും ഭരണഘടനയും എന്തൊക്കെ പറഞ്ഞാലും അടുത്ത ഭരണാധികാരി ഇറാനിൽ ആരായിരിക്കും എന്ന കാര്യം തീരുമാനിക്കാൻ പോകുന്നത് യുദ്ധം ജയിക്കുന്ന കക്ഷികളായിരിക്കും. യുദ്ധത്തിൽ തോറ്റുപോകുന്ന കക്ഷികൾക്ക് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാറാം എന്നല്ലാതെ, അല്ലെങ്കിൽ മാറ്റപ്പെടും എന്നല്ലാതെ അവർക്ക് തുടർഭരണം കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കില്ല. അപ്പോൾ യുദ്ധത്തിൽ ജയസാധ്യത ആർക്കാണോ ആ ജയസാധ്യത വരുന്നവരായിരിക്കും അടുത്ത ഭരണാധികാരിയെ നിശ്ചയിക്കുക. അങ്ങനെ വരുന്നൊരു ഭരണാധികാരി ഇസ്രായേലിനും അമേരിക്കയ്ക്കും സ്വീകാര്യനായ ഒരാളുമായിരിക്കും. അതിലും തർക്കമില്ല. ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരാൾ അതിനകത്ത് വരില്ല. അഥവാ ഇസ്രായേലിൻ്റെ സാമ്രാജ്യ താല്പര്യങ്ങൾ, ഇസ്രായേൽ ഒരു രാജ്യം കെട്ടിപ്പടുത്ത് ശരി, ഗാസയിലൊക്കെ കൊണ്ടുപോയി ഇവിടെ നിന്ന്
ഇന്ത്യയിൽ നിന്ന് പോലും 6000-ഓളം വരുന്ന ജൂതവംശജർ അവിടെ പോകുന്നുണ്ട്. അതെ, അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഈ ജൂതന്മാരെ അവിടേക്കെല്ലാം കൊണ്ട് സെറ്റ് ചെയ്തൊരു വലിയ ജൂതരാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ ജൂതരാജ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാകാവുന്ന ഒരാൾ അവിടെ ഭരണാധികാരിയായിട്ട് വരുമെന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഈ യുദ്ധത്തിൽ തോറ്റുപോകണം. അങ്ങനെ ഒരു വിഭാഗം പറയുന്നുണ്ടല്ലോ സർ. എങ്ങനെയാ? അതായത് ഇവരുടെ എല്ലാ സംവിധാനങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനാണോ മേൽക്കൈ ഉണ്ടാവുക? ഇനിയും ഇറാൻ തൊടുത്തുവിടാനായിട്ട് മിസൈലുകൾ ഏറെയുണ്ട്. ആത്യന്തികമായിട്ട് വിജയം എന്ന് പറയുന്നത് ഇറാന്റെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. പ്രധാനമായിട്ട് അത് പറയുന്നത് മലയാള മാധ്യമങ്ങളാണ്, മാപ്രകളാണ് പ്രധാനമായിട്ടും അത് പറയുന്നത്. വേറെ ആരും അത് പറയുന്നില്ല. കാരണം മാപ്രകൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കുറേയേറെ മിസൈലുകളും കുറേയേറെ ആയുധങ്ങളും ഉണ്ട്, പക്ഷേ ഞങ്ങളത് പ്രയോഗിക്കാതിരിക്കുകയാണെന്നാണ്. പണ്ട് ഒരാൾ പറഞ്ഞു എന്ന് കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, നിനത്താൽ ഞാൻ പുലിയെ പിടിപ്പേൻ, ആനാൽ അന്ത ഉയിർ പോയാലും നിനക്ക മാട്ടേന്ന്. ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പുലിയെ പിടിക്കും, പക്ഷേ എൻ്റെ ജീവൻ പോയാലും ഞാനത് ശ്രമിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും ഗഹനമായ രീതിയിൽ അവർക്ക് ഇനി ഇതിൽ പരം ഒരു പരാജയം സംഭവിക്കാനില്ല. അവരുടെ സർവ്വസൈന്യാധിപൻ, അവരുടെ രാഷ്ട്രത്തലവൻ, അവരുടെ മന്ത്രി, അവരുടെ മറ്റേ ജുഡീഷ്യറിയുടെ നേതാവ്, എത്ര പേര് അവിടെ ആ സന്ദർഭത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് പോലും ഇല്ലാത്ത വിധത്തിൽ മരിച്ചുപോയി. അവരുടെ ഒന്നും ശാരീരിക അവശിഷ്ടങ്ങൾ പോലും കിട്ടിയിട്ടില്ല. ഇപ്പം ഖമനേയിയുടെ ശരീരം എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നൊരു സാധനം അതൊരു പെട്ടി മാത്രമാണ്. അതിനകത്ത് എന്താ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഒരു DNA ടെസ്റ്റ് നടത്തിയിട്ടല്ലോ അതിനകത്ത് ആളുകളെയൊക്കെ നിശ്ചയിച്ചേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത്ര പ്രിസൈസ്, അതായത് ഈ എന്താ പറയേണ്ടത്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്ന രീതിയിൽ പ്രിസൈസായിട്ട് അവിടെ കൊണ്ടേ ഒരു മിസൈലിട്ട് ഇവരെ കൊല്ലണം എന്ന് വന്നു കഴിഞ്ഞാൽ ആ അത്രയും കാലം വരെ ജയിച്ചു നിൽക്കുന്ന ആരാണ്? ഇസ്രായേലും അമേരിക്കയാണ്. അതിനുശേഷം ഇവർ ഇസ്രായേലിനും അമേരിക്കക്കെതിരെ അല്ല യുദ്ധം, അവരുടെ യുദ്ധം ആർക്കെതിരെയാണ്? ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയാണ് അവർ യുദ്ധം നടത്തുന്നത്. ഇസ്രായേലും അമേരിക്കയും വളരെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ പോയിട്ടാണ് അവരുടെ കത്ത്. ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു ഓയിൽ റിഫൈനറി ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ കത്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം നശിപ്പിച്ചിട്ടുണ്ടോ? അതും ഇല്ല. ഇവർ നശിപ്പിക്കുന്ന ഇറാനിലെയും UAE-യിലെയും ദുബായിലെയും ഖത്തറിലെയും ഒമാനിലെയും ബഹ്റിനിലെയും കാര്യങ്ങളാണ്, സൗദിയിലെയും കാര്യങ്ങളാണ്. അതാണ് ഇവർ ചെയ്തു എന്ന് പറയുന്നത്. ഈ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പോലീസ് രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ശരിക്കും യുദ്ധം ചെയ്യേണ്ട ആരോടാണ്? യുദ്ധം ചെയ്യേണ്ട ഇസ്രായേലിനോടല്ലേ. ഞങ്ങൾ അമേരിക്കയെ ഇപ്പോൾ വിടുന്നു, കാരണം അമേരിക്ക വളരെ ദൂരെയാണ്. പക്ഷേ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിനോടാണ്. ഇസ്രായേൽ ആക്രമിക്കാനല്ലേ പോകേണ്ടത്, അത് പോയില്ലല്ലോ. ഇസ്രായേലിന് ആകെ ഇതുവരെ 12 പേരാണ് മരിച്ചേക്കുന്നത്. ഇതുവരെ 2 അമേരിക്കൻ പൗരന്മാരും മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം പേര് ഇവരുടെ മരിച്ചു കഴിഞ്ഞു എന്ന് ഔദ്യോഗിക കണക്ക് അനുസരിച്ച് തന്നെ. ഈ റസ പെഹ്ലവിയുടെ കാര്യം പറയുമ്പോൾ റസ പെഹ്ലവി ഇസ്രായേലിൽ പോയി നിന്ന് സൈറസ് ദ ഗ്രേറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പിൻതലമുറക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ, അതായത് 25 സെഞ്ചുറീസിന് മുമ്പ് ജൂതന്മാരെ ഫ്രീ ആക്കിയതൊക്കെ ഈ ഒരു വംശമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത്രത്തോളം ആ ജൂ ടെമ്പിൾ സ്ഥാപിക്കാനൊക്കെ ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തത് ഈ ഒരു തലമുറയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അത് വാസ്തവമാണോ? അത് ഈ സൈറസ് ദ ഗ്രേറ്റ് ഇറാൻ ആക്രമിക്കുന്നത് 550 BC-യിലാണ്. ക്രിസ്തുവിന് മുൻപ് 550-ലാണ് ഇദ്ദേഹം സൈറസ് ദ ഗ്രേറ്റ് ആക്രമിക്കുന്നത്. അക്കാലത്ത് ഇസ്ലാമില്ല, അക്കാലത്ത് ഇസ്ലാമേ ഇല്ല. പിന്നെ അക്കാലത്ത് അപ്പോൾ ജൂതന്മാർക്ക് പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ സൈറസ് ദ ഗ്രേറ്റിൻ്റെ കാലത്ത് ഉള്ള ഒരു പ്രശ്നം
അതിനുശേഷം പിന്നെ 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആക്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചെങ്കിസ് ഖാൻ ചെന്നിട്ടുണ്ട് അവിടെ. പിന്നെ അത് കഴിയാണ്ടെന്നതിൽ സെലൂക്കൻ സാമ്രാജ്യം വന്നിട്ടുണ്ട്. ഇങ്ങനെ പല സാമ്രാജ്യങ്ങളും അവിടെ കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പിന്മുറക്കാരാണ് എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ലാത്ത കാര്യമാണ്. ഈ പഹ്ലവി സൈറസ് ദ ഗ്രേറ്റിൻ്റെ പിന്മുറക്കാരനാണ് എന്ന് നമുക്ക് ഇപ്പോഴറിയണം എന്നുണ്ടെങ്കിൽ 450, 2000, ഒരു 3000 കൊല്ലം അപ്പുറത്തേക്ക് പോകേണ്ടി വരും. 3000 കൊല്ലത്തിന് അപ്പുറത്തേക്ക് പോയിട്ട് ഞങ്ങളിതിൻ്റെ പിന്മുറക്കാരാണ് എന്ന് പറയണം. ഒരു ജനതയ്ക്ക് പറയാം എന്നല്ലാതെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല. ഒരു ജനതയ്ക്ക് പറയാം, ഒരു വ്യക്തിക്ക് അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രവാചകൻ്റെ 18ാം തലമുറയാണ് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും വെരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെ പോകും 18ലേക്ക്? നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ വെരിഫൈ ചെയ്യാൻ വയ്യാത്ത വിധത്തിലുള്ളൊരു കാര്യമാണ് പൗലവിയുടെ ഈ വാദം. പിന്നെ പഹ്ലവി ഇത് പറഞ്ഞേക്കണതിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇസ്രയേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് എന്നെ വാഴിക്കാൻ നിങ്ങൾ സഹായിക്കണം. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ അമേരിക്കയുടെ താല്പര്യവും ഇസ്രായേലിൻ്റെ താല്പര്യവും ഒരുമിച്ച് സംരക്ഷിക്കാൻ കഴിയുന്ന ആർക്കും, അതിപ്പോൾ ഖമനേയി ആണെങ്കിൽ ഖമനേയിക്ക്, ആർക്കും അവിടെ ആ സ്ഥാനത്ത് വന്നിരിക്കാൻ പറ്റും. അതല്ലാതെ ഈ പഹ്ലവി ഉടനെ വരും എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.